ആരോ ഏർപ്പാടാക്കിയ കള്ളൻ അമ്മയുടെ ലാപ്ടോപ്പ് മോഷ്ടിക്കാൻ വേണ്ടി വന്നു. എതിർത്ത അമ്മ ഈ അവസ്ഥയിലായി. ലാപ്ടോപ്പ്? ഏത് ലാപ്ടോപ്പ്? കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് സൂക്ഷിച്ചിരുന്ന ലാപ്ടോപ്പ്. അമ്മയോട് ശത്രുതയുള്ള ആരോ അത് മോഷ്ടിക്കാൻ വന്നു. അതെങ്ങനെയാ? ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ അമ്മയോട് ശത്രുതയുള്ള ആൾക്കാര് നമ്മുടെ കമ്പനി പൂട്ടിക്കാൻ വേണ്ടിട്ട്. അതൊക്കെ എനിക്ക് മനസ്സിലിങ്ങനെ തോന്നുക. അമ്മ ഈ വീട്ടിൽ തന്നെ അമ്മയ്ക്ക് ശത്രുക്കളുണ്ട്, അവരാരോ ചെയ്യിപ്പിച്ചതാണ്. നോക്ക് ഈശ്വര, എന്തൊക്കെ കേൾക്കുന്നോ എന്തോ ഇവിടെ. ലാപ്പ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ പൊന്ന് ദൈവമേ. ഓ എടി കൊച്ച, നീ ആ തുണി ഒന്ന് വലിച്ചിട്ട് കൊടുക്കാ കൊട്ട്. വല്ല ഒന്ന് പറയട്ടെ അവര്. ആഹാ, ഇതൊരു ബെഡ്ഷീറ്റ് മൊത്തമല്ലോ കൊച്ചമ്മ. തുനിതയുടെ നാവല്ലേ, കുറച്ചൊരു ബെഡ്ഷീറ്റ് വേണ്ടി വരും. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയനെ. അയ്യോ, അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞ് വന്നാ മതിയായിരുന്നു. മിണ്ടായില്ല അവിടെ. സുനീതേ, എന്താ ഉണ്ടായത് പറ നീ. ഒരു കള്ളം വന്നിട്ട് എന്നെ കസേര പിടിച്ച് കെട്ടി എന്നോട് പറയുവാ ചേച്ചിയുടെ ലാപ്ടോപ്പ് കൊടുക്കാന്. കണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ചത്താലും തരത്തില്ല, ദേ വേണ എന്റെ ഈ മാല കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. അങ്ങനല്ലോ. എന്തായാലും ഇവിടെ നടന്ന കാര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പറഞ്ഞു തരുന്നതിനിപ്പുറം ആ തുണിയല്ല വായിക്കാത്ത കുത്തി കയറ്റി. എന്നിട്ട് എന്റെ മാല പൊട്ടിച്ചോണ്ട് അങ്ങ് പോയി. അമ്മ, ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല. ഇത് പോലീസിൽ അറിയിക്കണം. പോലീസ് പരാതി കൊടുക്കണം. പോലീസിനോടൊന്നും പറയണ്ട. എന്താ, ഒരു പാവം പിടിച്ച കള്ളന, അവൻ അത്താഴ പ്രശ്നക്കാരനായിരുന്നു, കൊണ്ടുപോയി. പോട്ടെ. ഇത് നിന്റെ അമ്മ തന്നെ? സംശയമുണ്ട്. ഓ എന്റെ പൊന്ന് രശ്മി, നീ നിന്റെ അമ്മയെ വിളിച്ചോണ്ട് ഒരിറ്റ് വെള്ളം കൊടുക്കാദ്യം. എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാല പോയി കഴിഞ്ഞാൽ പോലീസ് പരാതി കൊടുക്കണ്ടേ? എടി, പോലീസിൽ പരാതി ഉണ്ടെങ്കിൽ അവൻ ആദ്യം എന്റെ പേരായിരിക്കും കയറുന്നത്. അയ്യോ, അവന്റെ കോൾ ലിസ്റ്റ് ആദ്യത്തെ പേര് എന്റേതായിരിക്കും. പോട്ടെ പോട്ടെ പോട്ടെ. എന്റെ ദൈവമേ. മുത്തു, ഒരു കാര്യം എനിക്ക് മനസ്സിലായടാ. എന്തോ വെച്ചമ്മ? എന്റെ ആ ലാപ്ടോപ്പ് എടുക്കാൻ തന്നെയാ ആ കള്ളൻ ഇവിടെ വന്നത്. അത് സത്യം കൊച്ചമ്മ. ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. നമുക്കറിയാലോ. എനിക്കും പലരെയും സംശയമുണ്ട്. സ്വന്തം ലാപ്ടോപ്പ് കള്ളനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അത് ഞാൻ എടുത്തെന്ന് തീർക്കണം. കൊള്ളാം, നല്ല ബുദ്ധി. അയ്യോ, ചന്ദ്രഹാസം കമ്പനി അടച്ചു പൂട്ടുമെന്നും പറഞ്ഞ് വെല്ലു വിളിച്ചോണ്ട് നടന്ന കുറെ പേരുണ്ട് ഇവിടെ, അറിയാമല്ലോ. പൂട്ടിക്കും. ഓഹോ, എന്നാ ഒന്ന് കാണാമല്ലോ. എനിക്ക് കാണാം. കാണാം അല്ലേ? കാന്താരി കൂടെ പോകുന്നില്ല? അതെ. എടാ മുത്തു, നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്ത് പോയി ഈ നാടകം. എന്തോന്നാ ഇവിടെ നടക്കുന്നതൊക്കെ. ചെകുത്താനും കടലിനും നടുവിലെന്ന് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അത് കാണാൻ പോകും. പക്ഷെ ഇവിടെ ഒരു ഭയങ്കര നാടകം നടക്കുന്നു. അതുറപ്പാ.